നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അനിയൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അനിയനും ഫാമിലിയും കൂടിയിട്ട് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പിന്നിങ്ങിൻ്റെ കമ്പനിയിലാണ് കേട്ടോ അനിയൻ വർക്ക് ചെയ്യുന്നത്. ഡെപ്യൂട്ടി ടെക്നിക്കൽ ഓഫീസറായിട്ടാണ് അനിയൻ ജോലി ചെയ്യണത്. അപ്പോൾ അവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് കമ്പനി വക തരുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു വീട്ടിൽ 2 ഫാമിലീസാണ് കേട്ടോ. വീട് 2 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ വീടാണ് കേട്ടോ അത്. ആദ്യം ഉണ്ടായിരുന്നത് വേറൊരു ഫ്ലാറ്റിലായിരുന്നു, തൊട്ട് തന്നെയാണ്. അതൊരു 3 നില ഫ്ലാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും ടോപ്പിലത്തെ നിലയിലായിരുന്നു. പിന്നെ അടിയിലത്തെ ഫാമിലി പോയപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. പിന്നെ ഒന്നുകൂടി പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് മാറിയതാണ് കേട്ടോ. ഈ ഒരു വീട്ടിലാകുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഒന്നുകൂടി ഒരു പ്രൈവസി ഉള്ള പോലെ തോന്നി കേട്ടോ. പിന്നെ ഫ്ലാറ്റിലാകുമ്പോൾ നമുക്ക് കോണി കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് കേട്ടോ അന്ന് ഇവിടേക്ക് താമസം മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാണ്ട് എടുക്കാൻ നിന്നതാണ് കേട്ടോ ഞാൻ. വീഡിയോ പിടിക്കാൻ വേണ്ടി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മോളാണ് കേട്ടോ പറഞ്ഞത്, മാമൻ്റെ അടുത്ത വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യാമായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ട്. ചെറിയ ഷോർട്സ് എന്തെങ്കിലും ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പകുതി കാലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുവിധം കാലത്ത് കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മീൻകാരൊന്നും വരില്ല കേട്ടോ. മീനൊക്കെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതലും പച്ചക്കറി തന്നെയാണ് കേട്ടോ ഇവിടെ വയ്ക്കുക. പിന്നെ പൊതുവെ നമ്മളും വീട്ടിലാടുന്ന സമയത്തും കൂടുതലും പച്ചക്കറി തന്നെയല്ലേ വെക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇറച്ചി മീനോടും അത്ര വലിയ ഭ്രമമുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. അനിയനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. അപ്പോൾ നാട്ടിൽ അവൻ വരുന്ന സമയത്തൊക്കെ വീട്ടിലമ്മ മീൻ വരുന്ന സമയമാകുമ്പോൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. കാരണം അവർക്ക് കിട്ടാൻ പ്രയാസമല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പാലക്കാടത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെയിലി ഇവിടെ ഏതെങ്കിലും ഒരു നേരം എപ്പോഴെങ്കിലുമായിട്ട് കുരങ്ങന്മാരിങ്ങനെ വരും കേട്ടോ. അവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ വാച്ച്മാൻ വരുന്നതാണ് കേട്ടോ. അവിടെ അങ്ങനെ കുരങ്ങന്മാർ വരുമ്പോൾ വേറെ എന്തെങ്കിലും നശിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ വെച്ചിട്ട് ഇവരങ്ങനെ എന്താ പറയുക മറ്റേ കവണ വെച്ചിട്ട് ഓടിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാച്ച്മാൻ വന്നിട്ടുള്ളതാണ് ഇവിടെ. പിന്നെ പൊതുവെ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ. കാരണം ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിറയെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറം പണികളൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. വീടിനകം കുക്കിങ്ങും അതിനകത്തെ ക്ലീനിങ്ങും മാത്രമേ നമുക്ക് ഇവിടെ പൊതുവെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പിടിച്ചത് മോൾ തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കാൻ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അനിയൊരു പഴയൊരു സ്റ്റാൻഡ് എനിക്ക് എടുത്തു തന്നു കേട്ടോ. കാലത്ത് ഞങ്ങളിവിടെ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കാൻ നിന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് എലിശ്ശേരിയും അതേപോലെ കാബേജ് തോരനാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലത്ത് ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മുടെ. പിന്നെ മുറ്റടിക്കാനും അതേപോലെ മറ്റ് ക്ലീനിങ്ങിനൊക്കെ സ്റ്റാഫുകൾ തന്നെയാണ് കേട്ടോ വരാറുള്ളത്. ആ വക പരിപാടികളൊന്നും നമുക്കിവിടെ ഇല്ല. പിന്നെ കുട്ടികളെ കുളിക്കാനുള്ള കാര്യങ്ങളും എണ്ണ തേപ്പിക്കലൊക്കെ ആയിട്ട് ഇന്ന് ഉച്ച വരെ അങ്ങനെ നമ്മുടെ ആ പണികളൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുറേ നേരം കുരങ്ങന്മാരുടെ കളി ഉണ്ടായിരുന്നു കേട്ടോ. വാച്ച്മാൻ കുറേ നേരമായി വീടിന് ചുറ്റും നടക്കുന്നത്. കമ്പനിയുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റും വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചായ കുടിക്കാനും അതേപോലെ ഊണ് കഴിക്കാനൊക്കെ അനിയൻ കമ്പനിയിൽ നിന്ന് നടന്നിട്ട് തന്നെയാണ് കേട്ടോ വരാറുള്ളത്. അത്രേ ദൂരമുള്ളൂ. പിന്നെന്താ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിറയെ പ്ലാവും അതേപോലെ മാവ് പലതരത്തിലുള്ള നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ വൃക്ഷങ്ങൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരങ്ങന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉപദ്രവമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കും. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് ഓടിപ്പിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളെ കുറേ ഓടിപ്പിച്ചു കേട്ടോ. കാരണം സ്ഥിരം നമ്മളെ കാണാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ നമ്മളെ കളിപ്പിക്കാനുള്ള പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന്. ഞങ്ങളിത് ഇന്നലെ വരുമ്പോട്ട കുറച്ച് തുണികൾ പുറത്ത് കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കഴുകാൻ നിന്നത്. ബാക്കി എല്ലാ തുണികളും 5 മെഷീനിലിട്ടിട്ട് തോരട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ആദ്യം താമസിച്ചായിരുന്ന ഫ്ലാറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് തന്നെയായിരുന്നു ആ ഫ്ലാറ്റും. അപ്പോൾ ഒറ്റനില കിട്ടിയപ്പോൾ നമ്മളിങ്ങോട്ട് മാറിയെന്നുള്ളൂ. പക്ഷേ ഈ ഒറ്റനില വീടിനായിട്ട് സൗകര്യം നമുക്ക് ഫ്ലാറ്റിൽ തന്നെയായിരുന്നു കേട്ടോ.
ഫ്ലാറ്റിലേക്ക് ആ കോണി കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് മാറിയത്. സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനെപ്പോഴും വരുമ്പോൾ പറയുന്നതാണ്, ഈ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണ്. മറ്റേ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല വലിയ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയായിരുന്നു ഫ്ലാറ്റിൽ. ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമും പിന്നെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഒരു ഹാളും കിച്ചണും ഒരു വർക്ക് ഏരിയ അങ്ങനെയായിട്ടാണ് ഈ ഒറ്റ നില വീട്ടിലുള്ളത്. പക്ഷേ ഫ്ലാറ്റിലൊന്നുകൂടി സൗകര്യമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റാണ് നല്ലത് തോന്നുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ആ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കുരങ്ങന്മാർ വന്നിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ പുറകെ കാണുന്ന ഷെഡിട്ടൊരു ഭാഗം അവിടുത്തെ കമ്പനി വകയുള്ള ചെറിയൊരു അമ്പലമാണ് കേട്ടോ. ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ അവിടെ ഉണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഫാമിലീസൊക്കെ അവിടെ വന്നിട്ട് വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ മക്കളുടെ പിറന്നാളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ പോയിട്ട് തന്നെയാണ് കേട്ടോ വിളക്കൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദൂരത്തേക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഓടിച്ച് കഴിഞ്ഞാൽ ഓടാൻ ചെറിയ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ അധികം ദൂരത്തേക്കൊന്നും പോകാണ്ടിരുന്നത്. അങ്ങനെ ഏതാണ്ട് ഉച്ചയാവാറായപ്പോൾ അനിയൻ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മാമനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അവൻ കുറേ നേരം നിന്നു കേട്ടോ കുരങ്ങന്മാരെ നോക്കിയിട്ട്. പിന്നെ അവനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള നേരമായപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ഇപ്പോൾ അത് ഈ അകത്ത് കയറുന്ന ഭാഗത്ത് ഞങ്ങൾ ചെറിയൊരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിൻ്റെ. കുരങ്ങന്മാർ വരുമ്പോൾ നേരിട്ട് ഉമ്മർത്തി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് വെച്ചിട്ടുള്ളത്. അത് എല്ലാ വീടുകളിലും ഇങ്ങനെ ഉമ്മർത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് കാണാനുണ്ട്. അങ്ങനെ അനിയൻ പോണേറ്റ് മുന്നേ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. ആദ്യം കുട്ടികൾക്കൊക്കെ കൊടുക്കായിരുന്നു, അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കായിരുന്നത്. അവൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാവും കേട്ടോ. 1 മണിക്ക് വന്നു കഴിഞ്ഞാൽ 2 മണിയോട് കൂടിയിട്ട് പോകും. അങ്ങനെ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കമ്പനിയുടെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ സ്ഥലം വരുന്നത്. ഇവിടെ ചന്ദ്രാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കമ്പനി നിൽക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ താമസിക്കുന്നതെന്നും പറഞ്ഞല്ലോ നേരത്തെ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ കമ്പനിയും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ. കമ്പനിയിൽ കൂടുതലും തമിഴന്മാർ തന്നെയാണ് കേട്ടോ കൂടുതൽ പണിക്കുള്ളത്. ഈ പോണതൊക്കെ അവർ തന്നെയാണ്. നമ്മുടെ ഈ ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഗേറ്റ് വരെയാണ് കേട്ടോ നമുക്ക് അലൗഡ് ഉള്ളൂ. പുറത്തേക്ക് നമ്മൾ അങ്ങനെയൊന്നും പോകാറില്ല, കാരണം മെയിൻ റോഡും ഹൈവേയും കാര്യങ്ങളൊക്കെ അല്ല അവിടെ. അപ്പോൾ കുട്ടികളതിനായിട്ടൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വാച്ച്മാൻ എപ്പോഴും പുറത്തുണ്ടാവും. കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തേക്കും വിടുള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ കമ്പനി വക മെസ്സും അതേപോലെ ഗസ്റ്റ് ഹൗസൊക്കെ. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് എൻട്രൻസിൻ്റെ ഏരിയയാണ്. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കളേനായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. കമ്പനിയുടെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്തേക്കൊന്നും നമ്മൾ കയറിയിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വർക്കുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ അനിയനും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തിറങ്ങാൻ നിന്നതാണ്. പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കേട്ടോ. അതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് എല്ലാത്തരം സൗകര്യങ്ങളും കമ്പനി വക സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അങ്ങനത്തെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ ഞങ്ങളും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ കുറച്ച് നാൾ ഞാനിവിടെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ ഇവരെ കൂടെ ഞാൻ കളിക്കാൻ വന്നായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും ബാറ്റും കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും.